വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിൻ്റെ പല രീതികളോടും നമുക്ക് പലപ്പോഴും യോജിക്കാൻ കഴിയാറില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അഭിപ്രായങ്ങളുമൊന്നും എല്ലാവർക്കും പൊതുസമൂഹത്തിൽ എല്ലാവർക്കും ഒരുപോലെ ദഹിക്കണം എന്നില്ല. പക്ഷേ അദ്ദേഹം കുറേ കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം. അദ്ദേഹം ചിലപ്പോൾ അവസരവാദിയായിരിക്കാം. അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി സർക്കാരുകളുടെ കൂടെ നിന്നേക്കാം, രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ നിന്നേക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അദ്ദേഹം പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം, പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹം ഉൾക്കൊള്ളണം എന്ന ഒരു അഭിപ്രായം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രൂപീകൃതമായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളും നയങ്ങളും ഒന്നും തന്നെ ശക്തമായി എതിർക്കാത്തത് കൊണ്ടാണ് CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായത് എന്ന് CPM പല യോഗങ്ങളിലും വിലയിരുത്തി കഴിഞ്ഞു. അതായത് വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ് തോറ്റത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ കമ്മിറ്റികളിലും മീറ്റിങ്ങുകളിലും ഒക്കെ നടന്നത്. പക്ഷേ തോറ്റത് മറ്റൊന്നും കൊണ്ടല്ല, ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ്, സഖാക്കൾ പോലും അകന്നു പോയത് കൊണ്ടാണ് എന്നത് സത്യം. വെള്ളാപ്പള്ളി നടേശൻ ഇതിനു മുൻപും പല പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പല അവസരവാദപരമായ നീക്കങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ്. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. രാഷ്ട്രീയമായ പ്രതികരണം തന്നെയാണ്. ലീഗിനെതിരെ, മുസ്ലിം ലീഗിനെതിരെയാണ് കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. ലീഗ് വർഗീയമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നും ലീഗിൻ്റെ ജനപ്രതിനിധികളും പേഴ്സണൽ സ്റ്റാഫും അവർ ഭരിക്കുന്ന വകുപ്പുകളിലെ പ്രധാന തസ്തികകളിൽ ഇരിക്കുന്നവരും അതിൻ്റെ തെളിവാണെന്നും വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയലിൽ ആവർത്തിച്ചു. ലീഗ് സ്വന്തമായി ഇപ്പം മതേതരമായ ഒരു പാർട്ടിയാണ്. മതേതരത്വം, അതായത് ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ ലീഗിന് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ടുകളും മറ്റ് ഘടകകക്ഷികളുടെ വോട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്, മുസ്ലിം വോട്ട് മാത്രമല്ല. അങ്ങനെ ഇരിക്കുന്ന ലീഗ് ഇത്തരത്തിൽ ഒരു മതേതര ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ലീഗ് മന്ത്രിയായ KM ഷാജിയുടെ മതമാണ് 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 അവരുടെ പ്രശ്നം എന്ന പ്രസംഗം തങ്ങളാരും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. ലീഗിനെ രാഷ്ട്രീയമായി എതിർക്കുന്നവർക്ക് പോലും ഇതൊക്കെ തുറന്നു കാട്ടാൻ ഭയമാണ് എന്ന് CPM-നെ പരോക്ഷമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നു. ആ ഭയം എനിക്കില്ല, അതുകൊണ്ട് വർഗീയവാദിയാക്കുമെങ്കിൽ ആയിക്കോട്ടെ എന്നും വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിൽ എഴുതി. തന്നെ ചിലർ തിരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുകയാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. കേരളത്തിലെ ചില സമൂഹ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതിനാണ് തന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത്. അതാണ് താൻ ചെയ്ത തെറ്റ് എങ്കിൽ ആ തെറ്റ് പൂർവാധികം ശക്തിയായി തുടരാൻ തന്നെയാണ് താൻ തീരുമാനിക്കുന്നത്. ഉമ്മാക്കികൾക്ക് മുന്നിൽ ഭയന്നോടുന്നവരല്ല താനെന്നും തൻ്റെ സംഘടനയും അങ്ങനെയല്ല. ഹിന്ദുക്കളെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒതുക്കാൻ ശ്രമം നടക്കുന്നു. അതിനു പിന്നിൽ ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിം ലീഗ് ഉണ്ട്. മതേതര കുപ്പായമിട്ട ലക്ഷണമൊത്ത വർഗീയ സംഘടനയാണ് ലീഗ് എന്നും വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിക്കുന്നു. കേരളത്തിലെ പിന്നാക്ക സമുദായങ്ങളുടെ വേദനകളും ആശങ്കകളും തന്നെപ്പോലെ തൊട്ടറിഞ്ഞ ഒരാളുണ്ടോ എന്ന് സംശയമാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. 3 പതിറ്റാണ്ടുകളായി തൻ്റെ മുന്നിൽ എത്തുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുന്നത്. അതാരെ വേദനിപ്പിച്ചാലും വിഷമിപ്പിച്ചാലും തനിക്ക് കുഴപ്പമില്ല എന്ന കാര്യവും വെള്ളാപ്പള്ളി കാണിക്കുന്നു. അതായത് ലീഗ് സമ്പൂർണ്ണമായ വർഗീയതയാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. ഭരണത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അത്തരം വർഗീയമായ നീക്കങ്ങൾ നടത്തുന്നത് ഭൂഷണമാണോ എന്ന ചോദ്യം കൂടി ഈ ഒരു ലേഖനത്തിലൂടെ വെള്ളാപ്പള്ളി ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളുണ്ടാകും, അദ്ദേഹത്തിൻ്റെതായ സ്വത്വമുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഉണ്ട്. ഇത്രയും 89-90 വയസ്സായ മനുഷ്യനാണ് അദ്ദേഹം. കാലാകാലങ്ങളായി സാമുദായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ തീർച്ചയായിട്ടും ഇവിടെ പൊതുസമൂഹം പലപ്പോഴും മാനിക്കുകയും തള്ളുകയും ചെയ്തിട്ടുണ്ട്. വർഗീയമായ പരാമർശങ്ങൾ അദ്ദേഹം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ തന്നെ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ തന്നെ സത്യങ്ങളാണ്, ആ സത്യങ്ങൾ താൻ തുറന്നു പറയും എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ കുറി പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിന് മറുപടികൾ ഉണ്ടാകും. CPM-ൻ്റെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നും മറുപടികൾ ഉണ്ടായേക്കാം. പക്ഷേ അദ്ദേഹത്തെ സമ്പൂർണ്ണമായി അങ്ങ് പിണക്കി ഒതുക്കി തീർക്കാൻ ആരും ശ്രമിക്കില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞാൽ ഈഴവർ വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളും കേരളത്തിൻ്റെ പൊതുസമൂഹവും കേരളത്തിലെ ജനങ്ങളുമൊക്കെ തന്നെ മാനിക്കുന്നതാണ്. അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് എന്നതാണ് മറ്റൊരു കാര്യം.